നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലണ്ടൻ കീഴടക്കി വെംബ്ലിയിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി. ബ്രസീൽ വലിയ ആവേശത്തിലാണ്. ഇനി മാഡ്രിഡ് കീഴടക്കണം. സ്പെയിനിനെ നേരിടാൻ വേണ്ടിയിട്ട് മാഡ്രിഡിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ബ്രസീലിൻ്റെ ടീം അംഗങ്ങൾ. ഇന്നലെ അവർ അവിടെ ലാൻഡ് ചെയ്തു. അതിൻ്റെ വാർത്തകളും മറ്റുമൊക്കെ CBF അതുപോലെ തന്നെ ബ്രസീലിയൻ മാധ്യമങ്ങളും മറ്റു മാധ്യമങ്ങളും ഒക്കെ ഇപ്പോൾ പുറത്തുവിട്ട് കഴിഞ്ഞു. നാളെയാണ് കളി. നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് നാളെ രാത്രിയിലെ കളി സാങ്കേതികമായിട്ട് മറ്റന്നാൾ പുലർച്ചെ 2 മണിക്കാണ് കളി നടക്കുന്നത്. ബുധനാഴ്ച പുലർച്ചെ 2 മണിക്ക് സാന്റിയാഗോ ബെർണബേയുവിൽ വെച്ച് സ്പെയിനും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മത്സരം സ്പാനിഷ് ഫുട്ബോളിലെ ആൻറ്റി റേസിസം പ്രോത്സാഹിപ്പിക്കുക. അതായത് അവിടെ വലിയ രൂപത്തിൽ പലപ്പോഴും പല കളികളിലും റേസിസം ഉണ്ടാകുന്ന നമ്മൾ കാണുന്നുണ്ട്. വിനി ജൂനിയർക്കെതിരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ഉള്ള ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്, അതായത് ആൻറ്റി റേസിസത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കൂടി നടത്തപ്പെടുന്ന ഒരു മത്സരമാണിത് എന്ന കാര്യം ഓർക്കുക. സ്പെയിൻ ആവട്ടെ കഴിഞ്ഞ കളി ലാറ്റിൻ അമേരിക്കൻ ടീമിനോട് തോറ്റു നിൽക്കുകയാണ്. കൊളംബിയയോട് ഏകപക്ഷീയമായ ഒരു ഗോളിന് അവർ തോറ്റിട്ടുണ്ട്. വീണ്ടും ലാറ്റിൻ അമേരിക്കൻ എതിരാളികൾ ബ്രസീലാണ് എതിരാളികൾ എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വിജയിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തും. അല്ലെങ്കിൽ പിന്നെ ഈ ഇന്റർനാഷണൽ ബ്രേക്കിലെ 2 കളികൾ തോറ്റ് യൂറോ കപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു തിരിച്ചടിയായിട്ട് അത് മാറും. അതുകൊണ്ട് തന്നെ സ്പെയിന് പല്ലും നഖവും ഉപയോഗിച്ച് പോരാടും, ചെറുക്കും എന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ സ്പാനിഷ് ഫുട്ബോളിൽ വലിയ അനുഭവ സമ്പത്തുള്ള കുറേ താരങ്ങളെയും കൊണ്ടാണ് ബ്രസീൽ വരുന്നത്. റോഡ്രിഗോയും അതുപോലെ തന്നെ വിനിയും അടങ്ങുന്നവർ വലിയ രൂപത്തിൽ അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നവരാണ്. അതുകൊണ്ട് സാന്റിയാഗോ ബെർണാബൂവിൽ അവരുടെ തട്ടകത്തിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ വിനിയിൽ നിന്നും റോഡ്രിഗോയിൽ നിന്നും കൂടുതൽ ബ്രസീലിയൻ ആരാധകർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ബ്രസീൽ ടീമിലെ വാർത്തകൾ, ക്യാമ്പിലെ വാർത്തകൾ നമ്മൾ നോക്കിയാണ്. ബ്രസീൽ മാധ്യമം ഗ്ലോബോ അക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബ്രസീലിന്റെ ഡെലിഗേഷന് സൺഡേ ഈവനിങ്ങോടുകൂടി മാഡ്രിഡിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മത്സരം ട്യൂസ്ഡേ ആണ്, സാന്റിയാഗോ ബെർണാബുവിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന വിവരണത്തിൽ അവർ പറയുന്നു, ഡൊറിവാൾ ജൂനിയർ മത്സരത്തിന് മുമ്പ് ഒരു ട്രെയിനിങ് സെഷൻ കൂടി നടത്തും. അത് മൺഡേ ആയിരിക്കും, അതായത് ഇന്നത്തെ ദിവസമായിരിക്കും ഡൊറിവാൾ ജൂനിയർ ആ ഒരു ട്രെയിനിങ് സെഷൻ നടത്തുന്നത്. അത് ആൽഫ്രെഡോ ഡി സ്റ്റെഫാനോ സ്റ്റേഡിയത്തിലായിരിക്കും. അവിടെ വെച്ചിട്ട് ഒരു ട്രെയിനിങ് നടത്തും. അതോടുകൂടി ടീമിന്റെ ഫൈനൽ കോമ്പിനേഷൻ എന്താണെന്ന് തീരുമാനിക്കും. സൺഡേ മോർണിംഗ് ആണ് ലണ്ടനിൽ നിന്ന് തിരിച്ചത്. അപ്പം സൺഡേ ആണ് ലണ്ടനിൽ നിന്ന് തിരിച്ചത്. അപ്പം സൺഡേ മോർണിംഗിൽ അവിടെ അവർ ട്രെയിനിങ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അതായത് ലണ്ടനിൽ നിന്ന് ട്രെയിനിങ് നടത്തി ഇംഗ്ലണ്ടിനെതിരെ കളി കഴിഞ്ഞിട്ട് ട്രെയിനിങ് നടത്തിയിട്ടാണ് ഇപ്പോൾ മാഡ്രിഡിലേക്ക് പറഞ്ഞിരിക്കുന്നത്. മാഡ്രിഡിൽ പോയിട്ട് ഒരു ട്രെയിനിങ് കൂടി നടത്തും. അതിനുശേഷം അവർ മത്സരത്തിന് സജ്ജരാകും. ഏതായാലും ബ്രസീൽ വേഴ്സസ് സ്പെയിൻ മത്സരവും ആരാധകർ ആവേശത്തോടു കൂടി കാത്തിരിക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ